ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ വരുവാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചെറിയൊരു ഗിഫ്റ്റ് പർച്ചേസിനായിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ് സ്റ്റാർട്ട് ദ ഡേ വിത്ത് ഓവർനൈറ്റ് ഓട്സ് വിച്ച് ഇൻക്ലൂഡ്സ് ചിയ സീഡ്സ്, ആൽമണ്ട്സ്, വിച്ച് ഇസ് റിച്ച് ഇൻ പ്രോട്ടീൻ. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഷോപ്പിങ്ങിന് ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റൂ. ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങളുടെ വേറെ കുറച്ച് ഫ്രണ്ട്സിനെയും വിളിച്ച് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ കയറിയിട്ട് നല്ല അടിപൊളി ചിക്കൻ ഹൈദരാബാദി ബിരിയാണി ഓർഡർ ചെയ്തു. പൊതുവെ ഒരു ഹൈദരാബാദി ബിരിയാണി ഫാൻ ഒന്നും അല്ലെങ്കിൽ പോലും ഇവിടുത്തെ മട്ടൻ ബിരിയാണി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം മട്ടനൊക്കെ വെൽ കുക്ക്ഡ് ആയിരുന്നു. അത് മാത്രമല്ല ഒത്തന്റിക് ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണിയാണ് ഇവരിവിടെ സെർവ് ചെയ്യുന്നത്. അങ്ങനെ ഫുഡ് ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിലേക്ക് കടന്നു. സത്യം പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് മേടിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നതെങ്കിലും പാത്രത്തിന്റെ സെക്ഷൻ കണ്ടപ്പോൾ എന്റെ ഉള്ളിലെ തള്ളവൈബ് അങ്ങോട്ട് ആക്റ്റീവായി. ഷോപ്പിങ്ങിന് വന്നതിൽ ഒരു 10-20 മിനിറ്റ് ഞാൻ ഈ പാത്രത്തിന്റെ പിന്നാലെയായിരുന്നു കേട്ടോ. അതിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. ഒന്നും വാങ്ങിക്കുന്നില്ലെന്ന് നമുക്കറിയാമെങ്കിലും ഈ കടകളിലൊക്കെ പോയി ഇതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി അതിന്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അതിന്റെ വിലയൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്ന സ്വഭാവം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. എല്ലാ കടകളിലും കയറും, അതിന്റെ റേറ്റ് ഒക്കെ നോക്കി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതേപോലത്തെ സ്വഭാവം വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് എന്തായാലും മറക്കണ്ട. അങ്ങനെ പാത്രത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ലാസ്റ്റ് വന്ന കാര്യത്തിലേക്ക് അങ്ങോട്ട് കടന്നു. അവിടെ നിന്ന് നമ്മൾ പുള്ളിക്ക് അടിപൊളി ഒരു ഷർട്ട് അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. ഞങ്ങൾ 3 പേരായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോയത്. അതിൽ ഒരാൾ വേറെ വഴിക്ക് പോയി, ഞങ്ങൾ 2 പേരും ഒരുമിച്ച് വന്നു. ആ 2-ൽ ഒരാൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ വീട്ടിലേക്ക് വന്നത്. പിന്നെ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫുൾ കോൺസെൻട്രേഷൻ നമ്മുടെ ഡ്രസ്സിലായിരുന്നു. ഏതെടുക്കണം, എങ്ങനത്തെ എടുക്കണം, ഏത് കളർ എടുക്കണം എന്നൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു. ലാസ്റ്റ് ഒരു അടിപൊളി ഡ്രസ്സ് അങ്ങോട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ പറയാം. പിന്നെ രാത്രി വന്നിട്ട് കഴിച്ചത് ചപ്പാത്തിയും മീനച്ചാറും അതേപോലെ തന്നെ ഒരു പപ്പായയുടെ പീസും ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക്